പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 74ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പലതരത്തിലുള്ള അധിനിവേശ സസ്യങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ സുന്ദരിയായ ഒരു സസ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. കാതിൽ ഇടുന്ന കമ്മൽ പോലെ മനോഹരമായ പൂക്കൾ വിരിയുന്ന ഇയർ സ്റ്റഡ് ഫ്ലവർ അഥവാ കമ്മൽപ്പൂവ്. സ്പാഗ്നറ്റിക്കോള ട്രൈലോബേറ്റ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ അധിനിവേശ സസ്യം ആസ്ട്രേസിയെ സസ്യകുടുംബത്തിലും ഹെലിയാന്തേ വിഭാഗത്തിലും ഉൾപ്പെടുന്ന വന്യമായി വളരുന്ന വള്ളിച്ചെടിയാണ്. നിയോട്രോപ്പിക് മേഖലകളിൽ വ്യാപകമായി വളരുന്ന ഈ സസ്യത്തിൻ്റെ മറ്റു പേരുകളാണ് സിംഗപ്പൂർ ഡെയ്സി, ക്രീപ്പിംഗ് ഓക്സൈ, റാബിറ്റ്സ് പോ, ട്രെയിലിംഗ് ഡെയ്സി, വെഡേലിയ, യെല്ലോ ക്രീപ്പിംഗ് ഡെയ്സി, യെല്ലോ ഡോട്ട്സ് എന്നിവ. മെക്സിക്കോ, മധ്യ അമേരിക്ക, കരീബിയ എന്നിവ ജന്മദേശങ്ങളായ ഈ സസ്യം ഗ്രൗണ്ട് ഫ്ലവർ ആയി വളർത്തപ്പെടുന്ന അലങ്കാര സസ്യമാണ്. പരവതാനി പോലെ പടർന്ന് 30 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ബഹുവർഷിയായ ഈ സസ്യം ഒരു ഹെർബാണ്. ഉരുണ്ട കാണ്ഡമുള്ള ഈ സസ്യത്തിൻ്റെ നോഡുകളിൽ നിന്നും വേരുകൾ ഇറങ്ങി മണ്ണിൽ ഉറയ്ക്കുന്നു. അങ്ങനെ അവ മുന്നോട്ട് വളർന്ന് നീങ്ങുന്നു. ഇലകൾ മാംസളവും രോമാവൃതവുമാണ്. ഇലകൾക്ക് 4 മുതൽ 9 സെൻറ്റിമീറ്റർ വരെ നീളവും 2 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ വീതിയും ഉണ്ടായിരിക്കും. ഇലയുടെ അരികുകൾ ക്രമരഹിതമായ പല്ലുകൾ പോലെയാണ്. ഇലയുടെ മുകൾ ഭാഗം ഇരുണ്ട പച്ചനിറത്തിലും താഴ്ഭാഗം വിളറിയ പച്ചനിറത്തിലും കാണപ്പെടുന്നു. അവിടെ ധാരാളം രോമങ്ങളും ചില ഇലകളിൽ ശൽക്കങ്ങളും കാണപ്പെടുന്നു. പുഷ്പത്തിൻ്റെ തണ്ട് 3 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളമുള്ളവയാണ്. പൂക്കൾ വളരെ തിളക്കമാർന്ന മഞ്ഞ നിറത്തിലുള്ളതും നേരിയ ഇതളുകൾ ഉള്ളവയുമാണ്. ഓരോ പൂക്കളിലും 8 മുതൽ 13 വരെ ഇതളുകൾ ഉണ്ടായിരിക്കും. ദളങ്ങൾ 4 മുതൽ 5 മില്ലിമീറ്റർ വരെ നീളമുള്ളവയാണ്. കായിക പ്രജനനത്തിലൂടെയാണ് സസ്യം പുനരുൽപാദനം നടത്തുന്നത്. സസ്യത്തിൻ്റെ വിത്തുകൾ സാധാരണയായി ഉൽപാദനശേഷി ഉള്ളവയല്ല. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇവ വളരെ സ്വതന്ത്രമായി പുഷ്പിക്കുന്ന സസ്യമാണ്. എന്നാൽ മറ്റിടങ്ങളിൽ വസന്തകാലം മുതൽ ശരത്കാലം വരെയാണ് പുഷ്പിക്കുന്ന കാലം. മിക്ക ഭൂപ്രദേശങ്ങളിലും വളരെ വ്യാപകമായ തോതിൽ വളരുന്ന സസ്യമാണ് കമ്മൽപ്പൂവ്. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന മേഖലകളിലും നീർവാഴ്ചയുള്ളതും നനവുള്ളതുമായ മണ്ണിലും താഴ്ന്ന പ്രദേശങ്ങളിലും ഇവ നന്നായി വളരുന്നു. നയനമനോഹരമായ പൂക്കൾ വിരിയുന്ന കമ്മൽപ്പൂവിനെ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന സംഘടനയുടെ ലിസ്റ്റ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട 100 അധിനിവേശ സസ്യങ്ങളിൽ ഒന്നായിട്ടാണ് കരുതപ്പെടുന്നത്. മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇവ വ്യാപകമായി പടർന്ന് വളരുന്നത്. അലങ്കാര സസ്യമായിട്ടോ ഒരു പ്രത്യേക ഭൂപ്രദേശം മറയ്ക്കപ്പെടുന്നതിന് വേണ്ടിയോ പൂന്തോട്ടത്തിൽ ആകർഷണത്തിനായി വളർത്തപ്പെടുകയോ ചെയ്യുമ്പോൾ അവിടെ നിന്നും രക്ഷപ്പെട്ടാണ് ഇവ മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. പൂന്തോട്ടത്തിലെ അനാവശ്യമായ പാഴ്വസ്തുക്കൾ ഉപേക്ഷിക്കുന്ന സ്ഥലത്തുനിന്ന് ഇവ പടർന്ന് വളരുന്നു. ഇത് വളരെ പെട്ടെന്ന് തന്നെ വളരെ കട്ടി കൂടിയ ആവരണമായി
മറ്റ് സസ്യജാലങ്ങളുടെ വളർച്ചയെ തടയുന്നു. അതുവഴി തദ്ദേശീയ സസ്യങ്ങൾക്ക് വളരാനാവാതെ നശിക്കുന്നു. ഭംഗിയുള്ളതിനാൽ അലങ്കാര സസ്യമായി വളർത്തുന്ന ഇവ പിന്നീട് പടർന്ന് വിനാശകാരിയായി മാറുന്നു. കൃഷിയിടങ്ങളിലും പാതയോരങ്ങളിലും ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം ഈ സസ്യം ഒരു കളയായി വളരുന്നു. അരുവിയുടെ ഇരുവശങ്ങളിലും തോടിൻ്റെ ഇറമ്പുകളിലും കണ്ടൽ വനങ്ങളുടെ ചതുപ്പ് നിലങ്ങളിലും തീരപ്രദേശത്തെ സസ്യജാലങ്ങൾക്കിടയിലും ഇവ ഒരു അധിനിവേശ സസ്യമായി വളരുന്നു. പസഫിക് ദ്വീപുകൾ, ഹോങ്കോങ്, തെക്കൻ ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ശ്രീലങ്ക എന്നിവിടങ്ങളിലെല്ലാം വിനാശകരമായി പടർന്നു വളരുന്ന ഒരു അധിനിവേശ സസ്യമാണ് സിംഗപ്പൂർ ഡെയ്സി എന്ന കമ്മൽപ്പൂവ്. അധിനിവേശ സസ്യമാണെങ്കിലും ഔഷധമൂല്യമുള്ള ഒരു സസ്യം കൂടിയാണ് കമ്മൽപ്പൂവ്. നാടോടി വൈദ്യത്തിൽ പുറംവേദന, പേശിവലിവ്, നീർവീക്കം, ഉണങ്ങാത്ത മുറിവുകൾ, വ്രണങ്ങൾ, വാതരോഗത്തിൻ്റെ ഭാഗമായ സന്ധിവേദനകൾ എന്നിവ പരിഹരിക്കാൻ സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. സസ്യഭുക്കുകളായ ജീവജാലങ്ങൾക്ക് കുറഞ്ഞ തോതിൽ വിനാശകാരിയാണ് ഈ സസ്യം. അതുകൊണ്ട് തന്നെ ഇതൊരു തീറ്റയായി ജീവജാലങ്ങൾക്ക് നൽകാറില്ല. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ നിയന്ത്രിക്കാവുന്ന ഒരു അധിനിവേശ സസ്യമാണ് ഇത്. സസ്യം വളർന്നു നിൽക്കുന്ന ഭാഗത്തെ ഉപരിതല മണ്ണ്, അതായത് ടോപ്പ് സോയിൽ, ഉപകരണത്തിൻ്റെ സഹായത്തോടെ വേരുകളോടും വിത്തുകളോടും കൂടി നീക്കം ചെയ്താൽ സസ്യത്തിൻ്റെ ക്രമാതീതമായ വളർച്ച വളരെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സാധിക്കും. കമ്മൽപ്പൂവ് ചെടിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഈഥൈൽ അസറ്റേറ്റ് എക്സ്ട്രാക്റ്റ് ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ക്യാൻസർ എന്നീ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നു. ധാരാളം മെറ്റാബോളൈറ്റ്സ് സസ്യത്തിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ടെർപീൻ, ഫിനോളിക് കോമ്പൗണ്ട്സ്, സ്റ്റിറോൾസ്, ഫാറ്റി ആസിഡ്സ് എന്നിവ. ഈ ഘടകങ്ങൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി മൈക്രോബിയൽ, കരൾ സംരക്ഷണം, മുറിവുണക്കൽ, പ്രമേഹത്തിനെതിരെ പ്രവർത്തിക്കുക എന്നീ ഗുണങ്ങൾ കാണിക്കുന്നു. അധിനിവേശ സസ്യമാണെങ്കിലും മനോഹരമായ മഞ്ഞപ്പൂക്കൾ വിരിയുന്ന ഒരു കമ്മൽപ്പൂവിൻ്റെ ചെടി നിയന്ത്രിതമായ തോതിൽ നമ്മുടെ പൂന്തോട്ടത്തിലും വളരട്ടെ. വീഡിയോ ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.